ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതൊരു വലിയ ഓണറാണ്. പക്ഷേ എൻ്റെ ഇപ്പോഴുള്ള സമയക്കുറവ് കാരണം ആ പദവികൾ ഏറ്റെടുക്കാൻ എനിക്ക് തൽക്കാലം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ കേന്ദ്രങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇത് വളരെ വിനയത്തോടു കൂടിയാണ് ഞാൻ വേണ്ട എന്ന് പറയുന്നത്. വലിയ പോസ്റ്റാണ്. എന്നിൽ അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് അധികാരികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കൊരു വലിയ ഓണറാണ്, ബഹുമതിയാണ്. അതേ അവസരത്തിൽ 24 മണിക്കൂറും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഞാൻ ഏത് പോസ്റ്റും ഏറ്റെടുക്കുകയുള്ളൂ. ഇപ്പോൾ സിനിമയിൽ നിറച്ച വേഷങ്ങളാണ്. ഇപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ വേഷങ്ങളാണ്. ഇപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഗവർണറാക്കാമെന്ന് ഒരു ഭാഗത്ത് പറയുന്നു, രാജമൗലിയുടെ ചിത്രത്തിലൊരു വേഷം തരാമെന്ന് പറയുന്നു. ഞാൻ രാജമൗലിയുടെ ചിത്രത്തിലെ വേഷം അക്സെപ്റ്റ് ചെയ്യും, ഗവർണർ പോസ്റ്റ് വേണ്ടെന്ന് വയ്ക്കും. അതെ. അപ്പം ആരുടെയെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാൻ ഞാനില്ല. ഏറ്റവും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ. ഫിലിം ഒരു പാഷനായി കാണുന്ന ആൾക്കാർക്ക് വളരെയധികം എന്താ പറയുക, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിവുള്ള ഒരു ചെയർമാൻ ചലച്ചിത്ര അക്കാദമിക്ക് വരട്ടെ. ഫെസ്റ്റിവലൊക്കെ ഗംഭീരമാവട്ടെ, ജനകീയമാവട്ടെ, എല്ലാം തുറന്ന മനസ്സോടെ സമീപിക്കാൻ കഴിയുന്ന ഒരു ചെയർമാൻ വരട്ടെ. ഈ സിനിമ കാണാൻ ആവേശത്തോടെ വരുന്ന ചെറുപ്പക്കാരെ 2 കൈയും നീട്ടി സഹോദരങ്ങളെപ്പോലെ സ്വീകരിക്കാൻ മനസ്സുള്ള ഒരു ചെയർമാൻ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ല, അങ്ങനെ പല കേന്ദ്രങ്ങളിലും ആലോചനകളുണ്ട്. അത് സന്തോഷമാണ്. ഞാൻ വലിയ ബഹുമതി അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വിനയത്തോടെ എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നു. അതൊരു വലിയ പോസ്റ്റാണ്. തീർച്ചയായിട്ടും അതിൽ കഴിവുള്ള സജസ്റ്റ് ചെയ്യുന്നില്ല. നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ നല്ല ആൾക്കാരുണ്ട്. അവർ വരട്ടെ. അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ഇനി ഏത് പോസ്റ്റാണെങ്കിലും, അതായത് അക്കാദമി ആണെങ്കിലും, KSFTC ചെയർമാൻ ആണെങ്കിലും, ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ ആണെങ്കിലും, ഇവരുടെയൊക്കെ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനും എൻ്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാവും. ഞാൻ അവർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ ഞാൻ ഒരുക്കമാണെന്ന് ഇനി ചാർജ് എടുക്കാൻ പോകുന്ന നിയുക്ത ചെയർമാൻമാർക്ക് എൻ്റേതായിട്ടുള്ള ഉറപ്പ് ഞാൻ നൽകുകയാണ്. എൻ്റെ എല്ലാവിധ സഹായം ഉണ്ടാവും, സഹകരണവും ഉണ്ടാവും, പിന്തുണ ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.